ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ പ്രത്യേകമായി നമ്മോട് നിർദ്ദേശിച്ച ഒരു കാര്യം, റമദാനിന്റെ രാത്രിയിലോ പകലിലോ ആയി ഒരാൾ 10 തവണ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കണ്ണുനീർ ഒലിപ്പിച്ച് ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും ഓർത്ത് പടച്ചവനിലേക്ക് 10 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയാൽ അത് സാധാരണ ഇസ്തിഗ്ഫാറല്ല, മനസ്സറിഞ്ഞിട്ട് ചെല്ലുന്ന ഇസ്തിഗ്ഫാർ. അത് ഒരാൾ ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്താഅല്ലാഹു തവാബ ജിബ്രീല وميكائيل وإسرافيل وأزرائيل وحملة العرش محمد رسول الله. 10 തവണ റമദാനിന്റെ പകലുകളിലായി കുറെ കൗണ്ട് പിടിച്ച് ചെല്ലണമെന്നല്ലോ, എണ്ണി പറയണമെന്നല്ല, ചെല്ലുന്നത് കുറച്ചാണെങ്കിലും ചെല്ലുന്ന രൂപത്തിൽ ചെല്ലിയാൽ അള്ളാഹു അയാൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? തവാബ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തവാബ്. ജിബ്രീൽ കോടാനുകോടി മാലാഖന്മാരുടെ റഈസാണ്, നേതാവാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അതേ പ്രതിഫലം ഈ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കും. ജിബ്രീലിനെ മാത്രമല്ല, കാരണം ചില്ലറ വിഷയമൊന്നുമല്ല. നമുക്കറിയാം, ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ചെയ്യാത്ത ഇബാദത്തുകളുണ്ടോ, ചെയ്യാത്ത ആരാധനകളുണ്ടോ? അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, എത്ര 85,000 വർഷം മലക്കുകൾക്ക് ദർശനം നടത്തിയ ഉസ്താദാണ് ഇബ്ലീസ്. 1-2 കൊല്ലമല്ല, 85,000 കൊല്ലം മലക്കുകൾക്ക് ദർശനം നടത്തിയ ഉസ്താദാണ് ഇബ്ലീസ്. ചെയ്യാത്ത ഒരു പ്രവർത്തനവും, എല്ലാ നിസ്കാരവും സുജൂദും റുകൂഉം തസ്ബീഹും എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഇബ്ലീസിന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരേ ഒരു സൽക്കർമ്മമുള്ളൂ, എന്താ? ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു പദം ജീവിതത്തിൽ ഒരിക്കലും പോലും ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എനിക്കത് പറ്റാത്തതാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പറയും സോറി എന്ന് പറയുന്നത്, സോറി അഫ്വൻ, മാപ്പ് തരണേ, ഇതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അത് ആരോട് പറയുന്നതാണ്? അല്ലാഹുവിനോട് പറയുന്നതാണ്. അഫ്വൻ, പഠിച്ചോനെ പൊറുത്തതാ അല്ലാഹ്, വന്നുപോയി പഠിച്ചോനെ, തെറ്റ് വന്നുപോയി, മാപ്പ് താ അല്ലാഹ്. ഇതാണ് നമുക്ക് ഏറ്റവും സഹിക്കാത്ത വിഷയം. ഒരാൾ തെറ്റ് ചെയ്യും, എന്തെങ്കിലും അബദ്ധം വന്നിട്ട് പിന്നെ അവരോടൊന്ന് സോറി കേൾക്കാൻ ഞാനാ അവരുടെ ഉപ്പനോട് പറയുന്നവർ, സോറി ഞാനല്ല, എന്റെ നായി പറയുന്നവർ. അത് നമുക്ക് പറ്റാത്തതാണ്. നമ്മുടെ ഓരോരുത്തരുടെ തൽവകനെയാണ്, നമ്മുടെ മനസ്സങ്ങനെയാണ്. അതാണ് ഇബ്ലീസ്. അവരുടെ നേതാവാണ് ഇബ്ലീസ്. അവരുടെ ജീവിതത്തെ എല്ലാം ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടില്ല. അപ്പോ ഈ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ രാത്രിയിലോ പകലിലോ നല്ല കണ്ണീരോട്, മനസ്സിന്റെ ആ ദുഃഖത്തോട് 10 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാം ചൊല്ലുന്നുണ്ടോ? എന്നാൽ ജിബ്രീലിന്റെ, മീകാഈലിന്റെ, ഇസ്രാഫീൽ, അസ്റായീൽ, ഈ മഹാന്മാരായ നബിമാർക്ക് അല്ലാഹു കൊടുക്കുന്ന തവാബ് അല്ലാഹു നൽകും. മാത്രമല്ല, എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമഅല്ലാഹു അൻഹു ദുനൂബ, അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു അവനിൽ നിന്ന് മായ്ച്ചു കളയുമത്രേ. അവന്റെ പാപങ്ങൾ മുഴുവനും, അവന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും മുഴുവനും അള്ളാഹു മായ്ച്ചു കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നാം പഠിക്കുമ്പോ, അറിയുമ്പോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കേണ്ടതാണ് നമ്മുടെ ബാധ്യത. ഒരു കേട്ടുപോലല്ല, നല്ല എപ്പോഴും പറയുന്നത് പോലെ റമദാനിന്റെ തൗബയുടെ മാസമാണ്, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മാസമാണ്. ഈ മാസത്തിൽ അള്ളാഹിനോട് നല്ല മനസ്സോടെ ഒരു 10 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്താ നഷ്ടം? അദ്ദേഹത്തിന് കുറച്ച് മുമ്പഴിച്ച് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് എന്നിട്ട് റൂം മുഴുവനും ഇരുട്ടാക്കി ഒരു ഖബറ് പോലെ മനസ്സിന്റെ ഉള്ളിൽ തോന്നിപ്പിച്ച് എന്നിട്ട് പഠിച്ചവനോട് അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചവനെ കഴിഞ്ഞ റമദാന് തൊട്ട് ഇന്ന് വരെ എന്തെല്ലാം ചെയ്തു? കള്ളുകുടിച്ച ആളുകൾ, വ്യഭിചരിച്ച ആളുകൾ, ചീട്ടുകളിച്ച ആളുകൾ, നിസ്കാരം ഖദാ ചെയ്തവർ, മറ്റുള്ളവരെ ദീപത്ത് പറഞ്ഞവർ, നമീമത്ത് പറഞ്ഞവർ, ഇതെല്ലാം മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ റബ്ബല്ലേ, അല്ലാഹു അല്ലേ, പൊരുത്തു തരുന്നവനല്ലേ, അങ്ങനെ മനസ്സോട് ഒരു 10 തവണ ചൊല്ലിയാൽ
നമുക്ക് എന്ത് നഷ്ടമാണ്? ഒരു നഷ്ടവും ഇല്ല. നാം ചെല്ലിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇബിലീസിനാണ്. ഇബിലീസ് ബേജാറായി പോകും. ചെല്ലിയല്ല മക്കൾ. റമദാൻ വന്നിട്ട് ഓന് പണം പൊടിച്ചല്ല, റമദാൻ വന്നിട്ട് ഒരു വലിയ അവാബ് കിട്ടിപ്പോയല്ലോ എന്ന് ഇബിലീസ് സങ്കടപ്പെടും. അങ്ങനെ ഇബിലീസിനെ സങ്കടപ്പെടുത്താൻ കഴിഞ്ഞവനാണ് മുഅ്മിൻ. ആ ഒരു പക്വതയിലേക്ക് നാം എത്തുന്നുണ്ടോ എന്നാൽ നമുക്കാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു 10 തവണ നമുക്ക് ഒന്നിച്ച് ചെല്ലാം. ബിസ്മില്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പഠിച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞ ആ എല്ലാ സവാബുകളും ലഭിക്കുന്ന ഇസ്തിഗ്ഫാറായി നാം ചൊല്ലിയ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ നീ പൊരുത്തു തരണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ വരുമ്പോ വലിയ സന്തോഷമാണ്. പഠിച്ചവനെ ഒരുപാട് ഇബാദത്തുകൾ, പള്ളി നിറയെ ചെറുപ്പക്കാരും മക്കളും പ്രായമുള്ളവരും ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും പള്ളിയിലുണ്ട്. പഠിച്ചവനെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ബർക്കത്താണ്. നമ്മുടെ പള്ളിയുടെ ഓരോ തൂണുകളും ഓരോ ജനലുകളും ഓരോ ലൈറ്റുകളും പഠിച്ചവനെ നമ്മുടെ ഈ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും, നിന്നോട് ഷഹാദത്ത് പറയുന്നുണ്ടാവും. ആ രൂപത്തിൽ പഠിച്ചവനെ നമ്മുടെ പള്ളിയുടെ സുജൂദ് ചെയ്ത സ്ഥലങ്ങളും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ നാം എടുത്തു വെച്ച ഓരോ സ്റ്റെപ്പ് വെച്ച ഭൂമികളും അല്ലാഹ് നിന്റെ അടുത്ത് നമുക്ക് ഗുണമായി സാക്ഷ്യ പറയുന്ന രൂപത്തിൽ നീ ആക്കി തരണേ അല്ലാഹ്, നീ ആക്കി തരണേ അല്ലാഹ്. മറ്റൊരു മാസത്തിന് കൊടുക്കാത്ത പ്രസക്തി, മറ്റൊരു മാസത്തിന് കൊടുക്കാത്ത ബഹുമാനം റമദാനിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളുകൊണ്ട് ഞങ്ങൾ കൊടുത്തവരാണ് അല്ലാഹ്. പകരമായി സ്വർഗം ദാ അല്ലാഹ്, പകരമായി ഇസ്തിഗ്ഫാർ ദാ അല്ലാഹ്, പകരമായി നരകത്തിൽ നിന്നിട്ട് കാവൽ ദാ അല്ലാഹ്, പകരമായി മരിക്കുമ്പോ ഈമാനുള്ള മരണം ദാ റഹ്മാനെ. എത്ര ആളുകൾ ഈമാനോടെ മരിച്ചു പോയ ആളുകളുടെ കഥകൾ ഞങ്ങൾക്ക് അറിഞ്ഞവരും കണ്ടവരുമാണ്. ഉറച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവർ, കുടുംബങ്ങളുടെ മുന്നിൽ ചിരിച്ചു മരിച്ചു പോയവർ, അല്ലാഹ് എന്ന് വിളിച്ചു മരിച്ചവർ, അതുപോലെ ഞങ്ങൾക്കും മരിക്കണം അല്ലാഹ്. ഈ റമദാനിന്റെ കൊടുത്ത ബഹുമാനം ആ രൂപത്തിലുള്ള മരണം കിട്ടാൻ ഇവർ കാരണമാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് വസിയ്യത്ത് ചെയ്തവരാണ്. അവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ നോമ്പ് തുറക്ക് വേണ്ടി ഇന്നലെ ഒരാള് ഒരു സംഖ്യ തന്നു അല്ലാഹ്, 50 കിലോ പഞ്ചസാര 2 ചെറുപ്പക്കാർ തന്നു അല്ലാഹുവേ. കഴിഞ്ഞ ദിവസം നോമ്പ് തുറപ്പിച്ചു അല്ലാഹ്. അവർക്കൊക്കെയും ഖൈറായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. അവരുടെ മനസ്സിൽ കരുതിയ എന്ത് മുറാദാണെങ്കിലും അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനിയും ധാരാളമായി റമദാനിന്റെ എല്ലാ ദിവസങ്ങളിൽ നമുക്ക് പള്ളിക്ക് വേണ്ടി നൽകാനും പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കാനും പള്ളിക്ക് വേണ്ടി ശബ്ദിക്കാനും പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് താ അല്ലാഹ്. ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചവരുണ്ടോ, സഹായിച്ചവരുണ്ടോ, കൊടുത്തവരുണ്ടോ പടച്ചവനെ അവർക്ക് മുഴുവനും അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ റഹ്മത്ത് നൽകുന്ന, ബറക്കത്ത് നൽകുന്ന, സന്തോഷം നൽകണേ റബ്ബേ. ആരെയും നീ ഹായിമാക്കല്ലേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗീയ ലോകത്ത് ഉന്നതമായ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله
ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد، صلى الله على